വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്തിനാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരു ഭരണഘടന നിർമ്മിക്കുക എന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്ന് നമുക്കറിയാം. ക്യാബിനറ്റ് മിഷൻ നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച സമയത്ത് ആകെ അംഗങ്ങളെന്ന് പറയുന്നത് 389 പേരായിരുന്നു. ആകെ അംഗങ്ങൾ 389 പേരായിരുന്നു. ആ 389 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 292 പ്ലസ് 93 പ്ലസ് 4. അപ്പം ഇതാണ് 389 കിട്ടുന്നത്. 292, 93, 4. 292 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് 292 പേര്. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 4 പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് 4 പേര്. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 292 പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ 389 ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം. പിന്നീട് ഇതിൽ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം കുറേ അംഗങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ പിന്നീട് ആ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. അത് മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഈ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് 1946-ലാണ്. അപ്പോൾ 46 ജൂൺ ആ ഒരു സമയത്തൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിലെ അംഗങ്ങളിൽ നിന്നാണ് 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ച ഇടക്കാല മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നാണ് 1946 സെപ്റ്റംബർ 2 തിരഞ്ഞെടുത്ത ഇടക്കാല മന്ത്രിസഭയിലേക്കും ആൾക്കാരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ ഇടക്കാല മന്ത്രിസഭയുടെ അധ്യക്ഷൻ നമുക്കറിയാം. അധ്യക്ഷൻ എന്ന് പറയുന്നത് വേവൽ പ്രഭുവാണ്. അധ്യക്ഷൻ വേവൽ പ്രഭു. ഉപാധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ച ഇടക്കാല മന്ത്രിസഭയുടെ അധ്യക്ഷൻ വേവൽ പ്രഭുവും ഉപാധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് 1946 ഡിസംബർ 6-നാണ്. ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. എന്നാൽ ഇതിൻ്റെ പ്രഥമ സമ്മേളനം, ആദ്യത്തെ യോഗം നടക്കുന്നത് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നായിരുന്നു ആദ്യത്തെ സമ്മേളനം കൂടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടക്കുന്നത് ഡിസംബർ 9-നാണ്. ഇത് 207 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 207 പ്രതിനിധികൾ പങ്കെടുത്തു. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ഡിസംബർ 9 നടന്നു. അതിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 207 ആണ്. 207-ൽ 9 വനിതകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 9 വനിതകൾ ഉൾപ്പെടെ 207 പേരാണ് ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തത്. 9 വനിതകൾ. അപ്പം അതിലെ പ്രമുഖരായ വനിതകളാണ് സരോജിനി നായിഡു, അതുപോലെ തന്നെ ദുർഗാഭായ് ദേശ്മുഖ്, രാജ്കുമാരി അമൃത് കൗർ, വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പോൾ പ്രമുഖരായ ആ ഒരു 4 വനിതകളുടെ പേരും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയാണ് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. അപ്പോൾ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി, ആചാര്യ JB കൃപലാനി. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ മീറ്റിങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനെ പരിചയപ്പെടുത്തി, സഭയ്ക്ക് താൽക്കാലിക അധ്യക്ഷനെ പരിചയപ്പെടുത്തി. അങ്ങനെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. താൽക്കാലിക അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ആ കൂടിയ അംഗങ്ങളിലെ ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് JB കൃപലാനി പരിചയപ്പെടുത്തി കൊടുത്തത്. ഇനി രണ്ടാമത്തെ 1946 ഡിസംബർ 9 അപ്പോൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് സച്ചിദാനന്ദ സിൻഹ. എന്നാൽ 1946 ഡിസംബർ 11 ചേർന്ന സമ്മേളനത്തിൽ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ചോദ്യവും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹയുടെ പേര് എഴുതുക. സ്ഥിരം അധ്യക്ഷൻ ഡിസംബർ 11 അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ദെൻ അടുത്ത പഠിക്കാനുള്ളത്, അപ്പോൾ സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. അതുപോലെ ഉപാധ്യക്ഷനായിട്ട് HC മുഖർജിയെയും തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷൻ HC മുഖർജി. അപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരുകളാണ് പഠിച്ചത്. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, ദെൻ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. ഇനി HC മുഖർജി എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസംബർ 11 സംഭവിച്ചത്. സ്ഥിരം അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുത്തു. ദെൻ ഡിസംബർ 13 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ടൊക്കെ മാറിയത്. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി പ്രത്യേകം പഠിക്കുക, 1946 ഡിസംബർ 13. ദെൻ ഈ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ച ദിവസം, ലക്ഷ്യപ്രമേയം അംഗീകരിച്ച ദിവസം അത് 1947 ജനുവരി 22. ജനുവരി 22 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13. ഇതിനെ അംഗീകരിക്കുന്നത് 1947 ജനുവരി 22. അപ്പോൾ അതിനുശേഷം 1947 ജൂലൈ 22 എന്താണ് പ്രത്യേകത? 1947 ജൂലൈ 22 ഈ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ പതാകയെ അംഗീകരിച്ചു. അപ്പോൾ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22. ഇനി 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജൂലൈ കഴിഞ്ഞു. ജൂലൈയിൽ പിന്നീട് അടുത്ത മാസത്തെ പ്രത്യേകത എന്താണ്? 1947 ഓഗസ്റ്റ്. എന്താണ് പ്രത്യേകത? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അതുപോലെ ഇന്ത്യ പാക് വിഭജനവും നടക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതോടുകൂടി തന്നെ എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് എന്തായിട്ട് മാറി? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എന്താവുന്നു? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യ പാക് വിഭജനം നടന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ വിഭജനം നടക്കുമ്പോൾ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന 389 പേര് എന്നുള്ളത് ചുരുങ്ങി എത്രയാകുന്നു? 299 പേരാകുന്നു. അപ്പോൾ ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 299 ആകുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണമാണ് 389. ദെൻ ലാസ്റ്റ് 1947 ഓഗസ്റ്റ് 15 ആ ഒരു സമയത്ത് എത്ര പേരാവുന്നു? 299 പേരായിട്ട് മാറുന്നു. ദെൻ നമ്മുടെ അധികാര കൈമാറ്റ വേളയിൽ, അതായത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അധികാര കൈമാറ്റ വേളയിൽ ദേശസ്നേഹ ഗീതാലാപനം അത് നടത്തിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? സുജേത കൃപലാനി വന്ദേ മാതരം ആലപിച്ചു. അപ്പം അധികാര കൈമാറ്റ വേളയിൽ വന്ദേ മാതരം സഭയിൽ ആലപിച്ച വനിത ചോദിച്ചാൽ സുജേത കൃപലാനിയാണ്. അപ്പം ആ ഒരു സമയത്തിനും പതാക സമർപ്പണത്തിനും ഇടയ്ക്ക് 3 പേർക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അതായത് അധികാര കൈമാറ്റ വേളയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച 3 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു. ദെൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദെൻ ചൗധരി ഖാലി ഖുസ്സമൻ. അപ്പം ഈ 3 പേർക്കാണ് ആ അധികാര കൈമാറ്റ വേളയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചത്. അതായത് പതാക സമർപ്പണത്തിനും ദേശസ്നേഹ ഗീതാലാപത്തിനും ഇടയ്ക്ക് 3 പേർക്കാണ് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ആ 3 പേരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്: ജവഹർലാൽ നെഹ്റു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ചൗധരി ഖാലി ഖുസ്സമൻ. ഈ ചൗധരി ഖാലി ഖുസ്സമൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചത്. ദെൻ 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 29 1947 പ്രത്യേകത എന്താണ്? ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തലവനാരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇപ്പോൾ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 7 പേരായിരുന്നു. അപ്പം ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അംബേദ്കർ ആണ്. 7 അംഗങ്ങളാണ് മൊത്തം ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനയുടെ കരട് രൂപം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് സമർപ്പിച്ചത്, അതായത് ഒരു ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് സമർപ്പിച്ചത് 1947 നവംബർ 4 1947 നവംബർ 4 ഡ്രാഫ്റ്റ് സമർപ്പിച്ചു. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ സമർപ്പിച്ചു. അതായത് 1947 നവംബർ 4. അപ്പം ഈ 4 സമർപ്പിച്ചെങ്കിലും നമുക്കറിയാം 1949 നവംബർ 26 ഇതിനെ അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 വർഷ കാലയളവിൽ ഏകദേശം 2000-ഓളം ഭേദഗതികളൊക്കെ ഇതിന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ സഭയിൽ ചർച്ച ചെയ്യും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഭേദഗതികളൊക്കെ ചെയ്തതിന് ശേഷമാണ് 1949 നവംബർ 26 ഇത് അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഭരണഘടനയുടെ കരട് രൂപം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് സമർപ്പിച്ച തീയതിയാണ് 1947 നവംബർ 4. ഇനി 1947 നവംബർ 17 പ്രത്യേകത. 1947 നവംബർ 17 ജി വി മാവ്ലങ്കർ പ്രഥമ സ്പീക്കർ ആവുന്നു. അപ്പം ഫസ്റ്റ് സ്പീക്കർ ആരാവുന്നു? ജി വി മാവ്ലങ്കർ. അപ്പം നമ്മൾ പറഞ്ഞു അധികാര കൈമാറ്റത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പം ആ നിയമനിർമ്മാണ സഭയ്ക്ക്
എന്താണ് ഒരു സ്പീക്കറിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ സ്പീക്കറിനെ തിരഞ്ഞെടുത്തത് 1947 നവംബർ 17-നാണ്. അപ്പോൾ നവംബർ 17-ന് ഫസ്റ്റ് ആദ്യത്തെ സ്പീക്കറായിട്ട് GV മാവ്ലങ്കാറിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നിലവിൽ ആ നിയമനിർമ്മാണ സഭയിൽ 2 കാര്യങ്ങളല്ലേ നടക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് എന്താണ്, ഭരണഘടനാ നിർമ്മാണ സഭയായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഭ സമ്മേളിക്കുമ്പോൾ ആരായിരിക്കും അധ്യക്ഷൻ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ ഇന്ത്യയുടെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഭ സമ്മേളിക്കുമ്പോൾ ആരായിരിക്കും അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്? GV മാവ്ലങ്കാർ. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, ഭരണഘടനാ നിർമ്മാണവും ഇന്ത്യയുടെ നിയമനിർമ്മാണത്തിന് വേണ്ടി സഭ ചേരുന്നതും. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു 2 കാര്യങ്ങളും ക്ലിയർ ആയിരിക്കുക. ദെൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. 1949, 2 വർഷങ്ങൾക്ക് ശേഷമാണ്. 1947 നവംബർ 4-ന് കരട് സമർപ്പിച്ചു. എന്നാൽ 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത്. ഭരണഘടന അംഗീകരിച്ചു. ഓക്കെ, ദെൻ നമ്മുടെ അവസാനത്തെ മീറ്റിംഗ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? 2 കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ അതിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് ജനുവരി 24-നാണ്. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനത്തിൽ, അവസാനത്തെ സെഷനിൽ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഈ ഒരു ദിവസമാണ്. ഭരണഘടനയിൽ അതിൻ്റെ അംഗങ്ങൾ ഒപ്പുവെച്ചു. എത്ര പേരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 284 സഭാംഗങ്ങളാണ് ഒപ്പുവെച്ചത്. അപ്പം ഭരണഘടനയിൽ 284 അംഗങ്ങൾ ഒപ്പുവെച്ചു. ഓക്കെ, 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ 1950 ജനുവരി 24-ന് ഒപ്പുവെച്ചത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് 11 സെഷനുകളിലായിട്ടാണ് കൂടിയിട്ടുള്ളത്. 11 സെഷൻസിലായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചിട്ടുള്ളത്. എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ 166 ദിവസം. അപ്പോൾ ആകെ 11 സെഷനുകൾ, 166 ദിവസമാണ് സഭ സമ്മേളിച്ചിട്ടുള്ളത്. ഇതിൽ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും സഭ സമ്മേളിച്ചിട്ടുണ്ട്, നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടും സഭ സമ്മേളിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ്? ഭരണഘടന അംഗീകരിച്ചത് നവംബർ 26, 1949-ലാണ്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്, ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. അപ്പോൾ അതേ ദിവസം തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യത്തിന് രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കണം, എങ്കിലാണ് ആ രാജ്യത്ത് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാഷ്ട്ര തലവനായിട്ട് ആര് മാറുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആവുന്നു. അപ്പോൾ ഒരു ചോദ്യം കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വഹിച്ചിരുന്ന പദവി എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ആ അധ്യക്ഷ പദവി എന്നുവരെ ഉണ്ടായിരുന്നു? 1950 ജനുവരി 24-ന് അവസാനത്തെ മീറ്റിംഗിൽ വരെയും അദ്ദേഹം തന്നെയായിരുന്നു അധ്യക്ഷ പദവി വഹിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ജനുവരി 26-ന് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെടാത്ത പ്രസിഡന്റായിട്ട് ആര് മാറുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മാറുന്നു. ദെൻ 1952-ലാണ് നമുക്കറിയാം, 52-ലാണ് ലോക്സഭയും രാജ്യസഭയും ഒക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാർലമെന്റ് സംവിധാനം, ഇന്ത്യയുടെ പാർലമെന്റ് സംവിധാനം നിലവിൽ വരുന്നത് വരെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് താൽക്കാലിക പാർലമെന്റായിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ, താൽക്കാലിക പാർലമെന്റായിട്ട് പ്രവർത്തിച്ചു വന്നതും ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അപ്പോൾ 2 ചെറിയ കാര്യങ്ങളൂടെ പറയാം. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന്. അപ്പം ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതിയത് പ്രേം ബിഹാരി
നരൈൻ റൈസാദ. പ്രേം ബിഹാരി നരൈൻ റൈസാദ ആണ് എന്താണ് ഭരണഘടനയുടെ, അതായത് ഭരണഘടന എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയത്. അത് സ്വന്തം കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് പ്രേം ബിഹാരി നരൈൻ റൈസാദ. എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പരിഭാഷ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ വസന്ത് കൃഷ്ണ വൈദ്യ. ഹിന്ദി പരിഭാഷ എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ഓക്കെ, അപ്പം ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയത്. ആദ്യമായിട്ട് എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അത് എഴുതിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. എന്നാൽ ഇതിന്റെ ഹിന്ദി പരിഭാഷ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് വസന്ത് കൃഷ്ണ വൈദ്യ. ഓക്കെ, അതായിരുന്നു നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോഴാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതിന്റെ ദൗത്യം, ആദ്യത്തെ മീറ്റിംഗ്, എന്താണ് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണെന്ന് പറഞ്ഞു. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത്. അതിനുശേഷമുള്ള ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. എന്താ പറഞ്ഞത്, ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26 അംഗീകരിച്ചു. എന്നാൽ നിലവിൽ വരുന്നത് ജനുവരി 26, 1950 പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്? അപ്പം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ മഹാരാഷ്ട്ര, കേരളം, ഒഡീഷ, ഗുജറാത്ത്. മഹാരാഷ്ട്ര, കേരളം, ഒഡീഷ, ഗുജറാത്ത്. ഇതിൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ളത്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും നിലവിൽ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങൾ മൊത്തം 6 എണ്ണമാണ്. 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ആന്ധ്രാപ്രദേശ്, 2 തെലങ്കാന, 3 കർണാടക, 4 മഹാരാഷ്ട്ര, 5 ഉത്തർപ്രദേശ്, 6 ബീഹാർ. ഓക്കെ, അപ്പോൾ ഈ 6 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും നിലവിലുള്ള 6 സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ. ഇപ്പോൾ താഴെയുള്ള ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശുണ്ട്, തെലങ്കാനയുണ്ട്, കർണാടകയുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ മഹാരാഷ്ട്രയുണ്ട്, ഉത്തർപ്രദേശും ബീഹാറും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലനിൽക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിൽ അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർത്തലാക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആന്ധ്രാപ്രദേശ് ഉണ്ട് എന്നുള്ളത് പഠിക്കുക. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവരാൻ നിയമം പാസ്സാക്കിയ അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയത് പശ്ചിമ ബംഗാളാണ്. അപ്പോൾ അവർ കൊണ്ടുവരാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് ഒഴിവാക്കാനായിട്ടും തീരുമാനമെടുത്തത്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻസിൽ റിപ്പബ്ലിക്, ജനാധിപത്യം, പരമാധികാരം, സോഷ്യലിസം. റിപ്പബ്ലിക്, ജനാധിപത്യം, പരമാധികാരം, സോഷ്യലിസം. ഇതിൽ 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കാണ് സോഷ്യലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ സോഷ്യലിസമാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് 42ാം ഭേദഗതിയും ആമുഖത്തിൽ വന്ന മാറ്റങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻസിന് അതുപോലെ തന്നെ +2ൻ്റെ പ്രിലിംസിനൊക്കെ ഉള്ള ടോപ്പിക്കാണ്
42-ാം ഭേദഗതി, 44-ാം ഭേദഗതി ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് ഭേദഗതികളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ 42-ാം ഭേദഗതിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. 42-ാം ഭേദഗതി വർഷം 1976. അപ്പോൾ 42-ാം ഭേദഗതി 1976. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നിലവിൽ ഒരു 105ഓളം ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭേദഗതികളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഭേദഗതി എന്ന് വിശേഷിപ്പിക്കുന്നത് 42-ാം ഭേദഗതിയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഭേദഗതി ആയതുകൊണ്ട് തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42-ാം ഭേദഗതിയെ വിളിക്കുന്നത്, ചെറു ഭരണഘടന. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി, ഏറ്റവും വലിയ ഭേദഗതി. അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പാസ്സാക്കുന്നത് 1976-ലാണ്. അപ്പോൾ ഈ ഭേദഗതി പാസ്സാക്കിയത് 1976-ലാണ്. എന്നാൽ ഈ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3-ആണ്. 1977 ജനുവരി 3-നാണ് 42-ാം ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഏറ്റവും വലിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. പാസ്സാക്കുന്നത് 1976-ലാണ്. എന്നാൽ ഈ ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് 1977 ജനുവരി 3-നാണ്. അപ്പം ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, 76-ലെ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? ഇന്ദിരാഗാന്ധി. ദെൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ. അപ്പോൾ 1976 ഈ ഭേദഗതി പാസ്സാക്കുമ്പോൾ എന്താണ്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇനി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ 42-ാം ഭേദഗതിയുടെ ഉണ്ടായ മാറ്റങ്ങൾ വന്നതെന്നാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഭേദഗതി വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ. അപ്പം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഭേദഗതി വന്നതെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദ്യം എന്തായിരുന്നു? ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക്, 42-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്ക് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആമുഖത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി നടത്തിയിട്ടുള്ളൂ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി നടത്തിയിട്ടുള്ളൂ. ആ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അപ്പം ആമുഖത്തെ ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ആ 42-ാം ഭേദഗതിക്ക് മുന്നേ ആമുഖത്തിൽ ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. എന്താണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ ആമുഖത്തിൽ ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്: പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ 1976 പാസ്സാക്കിയ ഈ ഭേദഗതി പ്രകാരം, 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ, 2 വാക്കുകൾ, അതായത് ഈ ഒരു ഭാഗത്ത് കൂട്ടിച്ചേർത്തത് വാക്കുകളാണ് സ്ഥിതി സമത്വം, മതേതരത്വം. സ്ഥിതി സമത്വം, മതേതര എന്നുള്ളത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ. അപ്പോൾ ഇപ്പോൾ നിലവിൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരമാധികാര കഴിഞ്ഞിട്ട് സ്ഥിതി സമത്വ മതേതര. ഓക്കെ. സ്ഥിതി സമത്വം എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ്, മതേതരം, സെക്യുലർ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ,
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇപ്പോൾ ആമുഖത്തിൽ ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത മൊത്തം വാക്കുകൾ എന്ന് പറയുന്നത് 3 അപ്പം നമ്മൾ 2 വാക്കുകൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വാക്കെന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതാണ്. ഇൻറ്റഗ്രിറ്റി അഖണ്ഡത. അപ്പോൾ 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് ഏതൊക്കെ? സ്ഥിതിസമത്വം, മതേതരത്വം ആൻഡ് അഖണ്ഡത. അപ്പം എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെ. അതുപോലെ 42ാം ഭേദഗതിയിൽ ആണ് നമ്മൾ നേരത്തെ പഠിച്ചെന്ത്? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയും 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ ഏത് ഭാഗത്ത്? മൗലിക കടമകൾ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതി പ്രകാരം? ഭാഗം 4A. അപ്പം ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിച്ചാൽ ഏത് പറയും? 42ാം ഭേദഗതി 1976. ഭാഗം 4A ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. അതുപോലെ കൂട്ടിച്ചേർത്തൊരു മറ്റൊരു ഭാഗമാണ് 14A. അപ്പം പാർട്ട് 14A കൂട്ടിച്ചേർത്തതും 42ാം ഭേദഗതിയിലൂടെയാണ്. പാർട്ട് 14A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഓക്കെ, അപ്പോൾ 2 പാർട്ടുകൾ കൂട്ടിച്ചേർത്ത് ഏതൊക്കെയാണ്? മൗലിക കടമകൾ ഭാഗം 4A കൂട്ടിച്ചേർത്തു. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഭാഗം 14A കൂട്ടിച്ചേർത്തു. ഏത് ഭേദഗതിയിലൂടെ? 42ാം ഭേദഗതി 1976. അതുപോലെ ഇതിലൂടെ വന്നൊരു മാറ്റമാണ്, നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. അത് മുമ്പും അങ്ങനെയായിരുന്നു. എന്നാൽ 42ാം ഭേദഗതിയിലൂടെ ഇത് 6 വർഷമാക്കി മാറ്റി. അപ്പം ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 നിന്ന് 6 മാറ്റി. ഓക്കെ, 5 വർഷം കാലാവധി. ലോക്സഭയുടെയും ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 മാറ്റിയ ഭേദഗതി ചോദിച്ചാൽ 42ാം ഭേദഗതി 1976. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോൾ ഇത് നിയമസഭകളുടെയും ലോക്സഭയുടെയും കാലാവധി 6 വർഷമാണോ? അല്ല, ഇപ്പോൾ 5 വർഷം തന്നെയാണ് കാലാവധി. അപ്പോൾ ഇതിനെ വീണ്ടും തിരിച്ച് 5 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു ഭേദഗതി വേണ്ടേ? ഒരിക്കൽ ഒരു ഭേദഗതി നടത്തിയാൽ അതിന് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ വേറൊരു ഭേദഗതി ചെയ്യണം. അപ്പോൾ 6 വർഷത്തിൽ നിന്നും തിരിച്ച് 5 വർഷമാക്കിയ ഭേദഗതി ചോദിച്ചാൽ 44ാം ഭേദഗതിയാണ്. 44ാം ഭേദഗതി 1978. ഓക്കെ, അപ്പോൾ 42ാം ഭേദഗതി 1976 അത് പ്രകാരം ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 നിന്ന് 6 മാറ്റി. ആരുടെ കാലത്തായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ദെൻ തിരിച്ച് പഴയ പോലെ, അതായത് 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയ ഭേദഗതി ചോദിച്ചാൽ 1978 44ാം ഭേദഗതി. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെ 76, 78 പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ 5 നിന്ന് 6 മാറ്റിയത് 42ാം ഭേദഗതി, തിരിച്ച് 6 നിന്ന് 5 ആക്കിയത് 44ാം ഭേദഗതി. 44ാം ഭേദഗതിയുടെ പ്രത്യേകത കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? സ്വത്തവകാശം. അതായത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭേദഗതിയാണ് 44ാം ഭേദഗതി എന്ന് പറയുന്നത്. 42ാം ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങളാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്ന ഭേദഗതി. രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്ന ഭേദഗതി എന്ന് ചോദിച്ചാൽ 42ാം ഭേദഗതിയാണ്. അതുപോലെ തന്നെ കോടതികളുടെ നീതിന്യായ പുനഃപരിശോധനാ അധികാരം, അതായത് ജുഡീഷ്യൽ റിവ്യൂ, അതിൽ മാറ്റങ്ങൾ, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചാലും 42ാം ഭേദഗതിയാണ്. അപ്പോൾ കോടതികളുടെ നീതിന്യായ പുനഃപരിശോധനാ അധികാരത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ഈ 2 കാര്യങ്ങളും 42ാം ഭേദഗതിയിലൂടെയാണ് സംഭവിച്ചത്. അപ്പോൾ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ?
പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനും അങ്ങനെ അല്ലെങ്കിൽ അവ റദ്ദ് ചെയ്യാനുമുള്ള കോടതികളുടെ അധികാരത്തെ, സുപ്രീം കോടതിയുടെ അധികാരമാണ് എന്ത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുകയും പരിശോധിക്കുകയും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവ റദ്ദ് ചെയ്യാനുമുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജുഡീഷ്യൽ റിവ്യൂ പവറിൽ കോടതിക്ക് നിയന്ത്രണം കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചാൽ 42-ാം ഭേദഗതിയാണ്. ഇനി 42-ാം ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 കാര്യങ്ങളാണ്. 1. വിദ്യാഭ്യാസം. 2. വനം. 3. വന്യജീവി സംരക്ഷണം. 4. അളവുകളും തൂക്കങ്ങളും. തൂക്കവും. 5 എന്ന് പറയുന്നത് കോടതികളുടെ ഭരണം. അപ്പം ഈ 5 കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. 42-ാം ഭേദഗതി പ്രകാരം ഇവയെ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി. അതൊക്കെയാണ് വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കവും, ലാസ്റ്റ് എന്നാണ് കോടതികളുടെ ഭരണം. ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ചോദിച്ചാൽ 1976-ലെ 42-ാം ഭേദഗതിയാണ്.